ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കൺഫേം ലിസ്റ്റാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു 90% കൂടുതൽ കൺഫേം ആണ് ഈ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ കേട്ടോ. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ആലീസ് ക്രിസ്റ്റിയാണ് കേട്ടോ. ആലീസ് ക്രിസ്റ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സീരിയൽ ആക്ട്രസ്സാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിൽ 1 മില്യൺ അടുത്ത് ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ സീസൺ 6 ഒരു 90% കൺഫേം ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്നത്. അടുത്ത് പറയാൻ പോകുന്ന പേര് നിങ്ങൾ പക്ഷേ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാവും, ഒരുപാട് സീസണുകളിലൊക്കെ ഈ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ജീവ, TV-യിൽ അവതാരകനായിട്ട് വന്നിട്ടുള്ള ജീവയാണ് സീസൺ 6 ഏകദേശം ഉറപ്പായിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റ്. ഇത് വേറെ രീതിയിലൂടെ കേൾക്കുന്നുണ്ട്, ജീവയും വൈഫായിട്ടുള്ള അപർണയും ഒരുമിച്ചായിരിക്കും വരുന്നത് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് കൺഫേം അല്ല. ജീവ പക്ഷേ നമുക്ക് സീസൺ 6 ഒരു 90% കൺഫേം ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്തത് സീരിയൽ രംഗത്ത് നിന്ന് തന്നെയുള്ള ഒരു ആളാണ് യമുന എന്ന് പറയും. സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അമ്മ വേഷങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന, ചില വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് യമുന. യമുന തീർച്ചയായിട്ടും ഈ സീസണിൽ ഉണ്ടാവും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചാണ്. ഒരു 100% കൺഫർമേഷൻ എന്ന് പറയുന്നില്ല, പക്ഷേ ഇവർ സാധ്യത കൂടുതലുള്ളവരാണ്. പിന്നെയുള്ളത് കൃഷ്ണ, നമ്മുടെ പഴയ നടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കൃഷ്ണ ഈ സീസണിൽ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു വിവരമാണ്. ഒരു 100% പറയുന്നില്ല, ഒരു 90%-ഓളം കൃഷ്ണ ഈ സീസണിൽ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പായിട്ട് ഇവരുണ്ടായാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ.